ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള പുതിന ചട്നി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഞാനിന്ന് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കിയൊരു ചട്നി ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പൊ പിന്നെ നിങ്ങൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ചട്നി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് 1 കപ്പ് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 250 ml കപ്പിൽ 1 കപ്പ് നാളികേരം ചെരുകിയതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് പൊട്ടുകടല, കടലപ്പരിപ്പല്ല കേട്ടോ, പൊട്ടുകടലയാണ് ചേർക്കേണ്ടത്. പിന്നെ 1/4 കപ്പ് കപ്പലണ്ടി വറുത്തത്. കപ്പലണ്ടി വറുത്തതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചട്നി കൂടുതൽ ടേസ്റ്റി ആവും, അതുപോലെ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിപ്പം കുറവാണ് കേട്ടോ, അത് കാരണമാണ് ഞാനിപ്പോൾ 6 എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ചേർക്കുമ്പോൾ ചട്നി കൂടുതൽ ടേസ്റ്റി ആയിട്ട് മാറും. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിയിലയാണ് ചേർക്കുന്നത്. ഞാൻ ഇതുപോലെ ഒരു പിടി മല്ലിയിലയാണ് എടുക്കുന്നത്. ഇതിനിപ്പോൾ കറക്റ്റായിട്ടൊരു അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഇല മാത്രം, ഇലയും കുറച്ച് തണ്ടുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു വലിയ പിടി പുതിനയുടെ ഇല മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തത് തന്നെയാണ് കേട്ടോ. ഞാൻ മല്ലിയില എടുത്തതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് പുതിനയുടെ ഇല എടുത്തിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് എടുക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ, വളരെ ചെറിയ കഷ്ണം തന്നെ മതി. ഇത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 പച്ചമുളകാണ് കേട്ടോ. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് എരിവ് ചേർക്കണില്ല, കാരണം ഇവിടെ കുട്ടികളൊക്കെ കഴിക്കണ കാരണം. കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേ തോന്നും, പക്ഷേ ഈ ഇലകളൊക്കെ അരഞ്ഞു വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. പിന്നെ നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഞാനിപ്പോൾ ചേർക്കണില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അരഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള തിക്നെസ് ആക്കി നമുക്ക് എടുക്കാം. കൂടുതൽ തിക്കാക്കണമെങ്കിൽ കൂടുതൽ തിക്കാക്കി എടുക്കാം. ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്, അന്ന് ഒരുപാട് തിക്നെസ് ഇല്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇത് അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കണത്. നമുക്ക് കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ കുറച്ചും കൂടി ലൂസ് ആക്കാം, പക്ഷെ ഒരുപാട് ലൂസും ഒരുപാട് തിക്ക് ആവാതിരിക്കുന്നത് നല്ലത്. ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ പുതിനയുടെയും മല്ലിയിലയുടെയും ഒരു കുത്തോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാട്ടെ നിങ്ങൾക്ക്. ഇനി എണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ എണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില. ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. അത് പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളൂ. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ചട്നിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഈ കടുകൊക്കെ വറുത്തില്ലേ അതിലേക്ക് ചട്നി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൂടായിട്ട് വരുമ്പോൾ
ഈ ചട്നി തിക്കായിട്ട് വരും. കാരണം നമ്മൾ ഇതിലേക്ക് പൊട്ടുകടലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കാരണം തന്നെ. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിന ചട്നി അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിന ചട്നി ദോശയുടെയോ ഇഡ്ഡലിയുടെയോ കൂടിയൊക്കെ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.